നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾക്കുള്ളിൽ നിന്ന് എങ്ങനെയാണ് ഒരു മധുരം കണ്ടെത്താൻ കഴിയുക? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒളിപ്പിച്ചുവെച്ച ഒരു പഴയ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സാംസണിന്റെയും ഒരു സിംഹത്തിന്റെയും കഥയിലേക്ക്. കേൾക്കുമ്പോൾ അതിശയം തോന്നാമല്ലേ? ഇത്രയും വലിയൊരു കഥയുടെ തുടക്കം വെറുമൊരു സാധാരണ നടത്തത്തിലായിരുന്നു. കാരണം ചിലപ്പോഴങ്ങനെയാണ്, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വലിയ സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള വളരെ സാധാരണ നിമിഷങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ആരായിരുന്നു ഈ സാംസൺ? എന്തിനായിരുന്നു ഈ യാത്ര? അവന്റെ ലക്ഷ്യം എത്രമാത്രം സാധാരണമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഒന്ന് അതിശയിച്ചേക്കാം. കണ്ടില്ലേ, വളരെ ലളിതമായൊരു തുടക്കം. സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടിയുള്ളൊരു യാത്ര. ഇതിൽ അസാധാരണമായിട്ടൊന്നും തോന്നില്ലല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സാധാരണ ദിവസങ്ങൾ പോലെയൊന്ന്. പക്ഷേ ഈ യാത്ര അത്ര സാധാരണമായിരുന്നില്ല. ആ ശാന്തമായ യാത്രയുടെ താളം തെറ്റിക്കാൻ പോകുന്ന ഒരു സംഭവം തൊട്ടുമുന്നിൽ തന്നെ പതിയിരിപ്പുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് കഥയുടെ ഗതിയങ്ങ് പൂർണ്ണമായും മാറുന്നത്. ആ ഒരു രംഗം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ, അതിനിടയിലൂടെ ഒറ്റയ്ക്കുള്ളൊരു യാത്ര. തൊട്ടടുത്ത നിമിഷം തന്റെ ജീവിതം തന്നെ മാറിമറിയാൻ പോവുകയാണെന്ന് സാംസൺ അറിഞ്ഞിരുന്നതേയില്ല. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു മുന്നറിയിപ്പുമില്ലാതെ കരുത്തനായൊരു യുവസിംഹം നേർക്കുനേർ വരുന്നു. അതൊരു ജീവൻ മരണ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. ആ നിമിഷത്തിലെ ഭീകരതയും ഭയവും എത്ര വലുതായിരിക്കുമല്ലേ? പക്ഷേ ഒരു ചോദ്യമുണ്ട്. കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാതെ ഒരു സിംഹത്തെ എങ്ങനെയാണ് നേരിടാൻ സാധിക്കുക? ഇവിടെയാണ് ഈ കഥ ഒരു സാധാരണ പോരാട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. സാംസണ് ആ അവിശ്വസനീയമായ ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? ഈ കഥയുടെ കാതൽ ഈ വാക്കുകളിലാണ്. അത് സാംസങ്ങിന്റെ സ്വന്തം ശാരീരിക ശക്തിയായിരുന്നില്ല, മറിച്ച് ആ ഒരു നിമിഷം അവനിലേക്ക് പകർന്നു കിട്ടിയ ഒരു ദൈവീകമായ ഇടപെടലായിരുന്നു അത്. അതോടെ അവൻ ഒരു സാധാരണ മനുഷ്യനല്ലാതായി മാറി. ഈയൊരു താരതമ്യം നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. ഒരു വശത്തു നോക്കൂ, നിരായുധനായൊരു മനുഷ്യൻ. മറുവശത്തോ ഒരാട്ടിൻകുട്ടിയെ കീറുന്നത്ര നിസ്സാരമായി കീറിമുറിക്കപ്പെട്ട കരുത്തനായൊരു സിംഹം. ആ ശക്തിയുടെ ഒരു വ്യാപ്തി എത്ര വലുതായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഈയൊരു ഭാഗം എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ജീവൻ തന്നെ മാറ്റിമറിച്ച ഇത്രയും വലിയൊരു സംഭവം എന്തുകൊണ്ടായിരിക്കും സാംസൺ അതൊരു രഹസ്യമായിട്ട് സൂക്ഷിച്ചത്? അത് അവന്റെ കഥാപാത്രത്തിനൊരു പ്രത്യേക നിഗൂഢത നൽകുന്നുണ്ട്, അല്ലേ? എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥ അത്ഭുതം സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ. കുറച്ചു കാലത്തിനു ശേഷം സാംസൺ അതേ വഴിയിലൂടെ വീണ്ടും യാത്ര ചെയ്യുകയാണ്. അപ്പോ ആ ഭയാനകമായ പോരാട്ടത്തിന് ശേഷം കുറച്ചു കാലം കടന്നുപോയിട്ടുണ്ട്. ഒരേ വഴി തന്നെ. പക്ഷേ ഇത്തവണത്തെ അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു. ആദ്യത്തെ യാത്ര ഒരു പോരാട്ടത്തിൻ്റേതായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ യാത്ര ഒരു കണ്ടെത്തലിൻ്റേതായിരുന്നു. ഒരിക്കൽ താൻ ഭയത്തോടെ നോക്കിക്കണ്ട അതേ സിംഹത്തിന്റെ അരികിലേക്ക് അവൻ വീണ്ടും ചെന്നു. അപ്പോഴാണ് ആ വിചിത്രമായ കാഴ്ച കണ്ടത്. ഒരിക്കൽ മരണത്തിന്റെ പ്രതീകമായിരുന്ന ആ ശരീരത്തിനുള്ളിൽ ഇപ്പോൾ ജീവന്റെ പുതിയ തുടിപ്പുകൾ, തേനീച്ചകൾ. ഒരിക്കൽ മരണവും പോരാട്ടവും മാത്രം നടന്ന ആ സ്ഥലത്ത് ഇപ്പോൾ നല്ല മധുരമുള്ള തേൻ. ഇതിലും ശക്തമായൊരു രൂപകം വേറെയുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കുള്ളിൽ പോലും എത്ര മധുരമായ സാധ്യതകളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. കണ്ടോ, വീണ്ടും അവൻ ആ രഹസ്യം സൂക്ഷിക്കുകയാണ്. ആ മധുരത്തിന്റെ ഉറവിടം അവൻ ആരോടും വെളിപ്പെടുത്തിയില്ല. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും കഠിനമായ അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില പാഠങ്ങൾ പൂർണ്ണമായും നമ്മുടേത് മാത്രമായിരിക്കും. ശരി, ഇനി നമുക്ക് ഈ പുരാതന കഥയിൽ നിന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരാം. കാരണം ഈ കഥ സാംസണിന്റെ മാത്രം കഥയല്ല. ഒരു തരത്തിൽ ഇത് നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ സിംഹം? അതൊരു പക്ഷേ നിങ്ങൾ ഭയക്കുന്ന എന്തെങ്കിലും ഒന്നാകാം. നിങ്ങൾ മറികടക്കാൻ പാടുപെടുന്ന ഒരു വലിയ വെല്ലുവിളിയാകാം. അപ്രതീക്ഷിതമായി നമ്മുടെ വഴിമുടക്കാൻ വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് ആ സിംഹമായിട്ട് കാണാം. അപ്പോൾ ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒന്നാമതായി, ജീവിതയാത്രയിൽ ഇത്തരം സിംഹങ്ങൾ അഥവാ വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കണം. രണ്ടാമതായി, അവയെ നേരിടാനുള്ള ശക്തി ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നല്ല, നമുക്കതീതമായ ഒരു ഉറവിടത്തിൽ നിന്നാവാം ലഭിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് ശേഷം മധുരമായൊരു പ്രതിഫലം നമ്മളെ കാത്തിരിപ്പുണ്ടാകാം. ഈ കഥയുടെയെല്ലാം സന്ദേശം ഒരുപക്ഷെ ഈയൊരു വാക്യത്തിൽ ഒതുക്കാൻ പറ്റും. സാംസണിന് ശക്തി ലഭിച്ചതുപോലെ നമ്മുടെ സ്വന്തം സിംഹങ്ങളെ നേരിടാനുള്ള ധൈര്യവും നമുക്ക് ലഭിക്കുമെന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലും പ്രത്യാശയുമാണിത്. അപ്പോൾ ഞാൻ നിങ്ങളോടായി ഈയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയുടെ, നിങ്ങളുടെ ആ സിംഹത്തിന്റെ മറുവശത്ത്
എന്ത് മധുരമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.